നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ദേശീയ സ്കൂൾ കായികമേള ജനുവരി അവസാനം കേരളത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉടൻ സംസ്ഥാന സർക്കാരിനെ അറിയിക്കും. മേളയുടെ നടത്തിപ്പിനായി 5 കോടി രൂപ കേന്ദ്രം നൽകും. എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിരാമം. ദേശീയ സ്കൂൾ കായികമേളയ്ക്ക് കേരളം ആതിഥേയത്വം വഹിക്കും. ജനുവരി അവസാനം മേള കേരളത്തിൽ നടത്താൻ കേന്ദ്ര കായിക മന്ത്രാലയം തീരുമാനിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ജനുവരി 25 മുതൽ 30 വരെ കായികമേള കോഴിക്കോട് നടത്താനാണ് പ്രാഥമിക ധാരണ. കുറഞ്ഞ സമയം കൊണ്ട് മേളയെ കുറ്റമറ്റതായി നടത്തുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റിപ്പോർട്ടറോട് പറഞ്ഞു. കേരളം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പിന്നീട് ഇത് നടക്കാത്ത അവസ്ഥയിലേക്ക് പോകും. അത് കേരളത്തിലെ കായിക രംഗത്തുള്ള കുട്ടികൾക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി പോകും. അതുകൊണ്ട് ആ കുട്ടികളുടെ ഭാവി കരുതി ഇത് ഏറ്റെടുക്കാൻ തന്നെ കേരളം തയ്യാറാവുകയായിരുന്നു. കായികമേളയ്ക്ക് കേരളം ആതിഥേയത്വം വഹിക്കുമെന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജും സ്ഥിരീകരിച്ചു. ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ് അത് ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും നമ്മളത് എല്ലാവരും കൂടി വിജയിപ്പിക്കുക എന്നുള്ളതാണ്. മേളയുടെ നടത്തിപ്പിനായി കേരളത്തിന് സാമ്പത്തിക സഹായം നൽകാനും കേന്ദ്ര കായിക മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ മേള നടത്തണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര നടത്തിപ്പിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് കായികമേള അനിശ്ചിതത്വത്തിലായത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. ശ്രീ ഗബ്രിയൽ സ്പോർട്സ് ഓർഗനൈസർ, ഒപ്പം അഞ്ജു ബോബി ജോർജ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്, ശ്രീ ഒളിമ്പ്യൻ അനിൽകുമാർ, പ്രീജ ശ്രീധരൻ, KM ബീനാമോൾ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം പ്രേക്ഷകർക്കും ടെലിഫോണിലൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാം. ഓൺലൈൻ വഴി ഈ വിഷയത്തിൽ അഭിപ്രായവും രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യം ശ്രീ ഗബ്രിയൽ, മഹാരാഷ്ട്ര ഈ വിഷയത്തിൽ രണ്ടായി ദേശീയ കായികമേള നടത്തണം എന്ന നിലപാട് കൈക്കൊണ്ടപ്പോൾ മാതൃകാപരമായി കേരളം ഇക്കാര്യത്തിൽ സന്നദ്ധത അറിയിച്ചു മുന്നോട്ട് വരികയായിരുന്നു. അത് പ്രശംസനീയമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യവും ഡിമാൻഡുകളും അംഗീകരിച്ചു കേന്ദ്രം പച്ചക്കൊടി കാട്ടാൻ പോകുന്നു. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ധീരമായെടുത്ത ഈ തീരുമാനം ഏറ്റവും മികവുറ്റതായി പൂർത്തിയാക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഒപ്പം ഈ സമയലഭ്യതയുടെ കുറവ്, അതിനകം അത് മറികടക്കാൻ കഴിയുന്ന ഇച്ഛാശക്തി, ഇതൊക്കെ കേരളത്തിനുണ്ട് എന്ന് കാണുന്നുണ്ടോ? തീർച്ചയായും കേരളത്തിൽ ഈ ദേശീയ സ്കൂൾ മത്സരങ്ങൾ മുമ്പും നമ്മൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വളരെയധികം നമ്മുടെ കേരളത്തിലുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ ജനുവരി 25 എന്നുള്ളത് തന്നെ ഏതാണ്ട് ഒരു മാസക്കാലം നമുക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായും ഒരു മാസക്കാലം കൊണ്ട് വളരെ ഭംഗിയായി മുൻകാലങ്ങളിൽ എല്ലുന്ന പോലെ തന്നെ ഏറ്റവും നന്നായി കേരളത്തിൽ ഈ ദേശീയ ഗെയിംസ് നടത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പരിശോധിച്ചാലും ഈ കേരളത്തിലാണ് ദേശീയ മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായി നടത്തപ്പെടുന്നത് കേരളത്തിലാണ്. കാരണം ടെക്നിക്കൽ പെർഫെക്ഷനും അതുപോലെ കായിക താരങ്ങളുടെ താമസവും അക്കോമഡേഷൻ ആയാലും എന്ത് പ്രവർത്തനമായാലും മുഴുവൻ കാര്യങ്ങളും വളരെ ഭംഗിയായി ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ ഭംഗിയായി ഇപ്പം നമ്മൾ സ്റ്റേറ്റ് മീറ്റ് കോഴിക്കോട് നടത്തി ഭംഗിയായി വിജയിപ്പിച്ചു. ഒപ്പം തന്നെ ദേശീയ മത്സരവും വീണ്ടും എവിടെയാണെങ്കിലും കേരളത്തിലിപ്പോൾ കോഴിക്കോടാണെങ്കിലും എറണാകുളമാണെങ്കിലും തിരുവനന്തപുരമായാലും ഏറ്റവും ഭംഗിയായി നടത്താനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 2 സ്റ്റേഡിയത്തിലും ഫ്ലഡ് ലൈറ്റ് പോലും ഉണ്ട്. അപ്പോൾ സന്ധ്യയ്ക്കായാലും മത്സരം ഭംഗിയായി നടത്താൻ കഴിയും. അതുപോലെ രാവിലെയും നടത്തി വൈകുന്നേരവും നടത്തി ഉച്ചയ്ക്കുള്ള മത്സരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ ഭംഗിയായി മത്സരങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രീജ ശ്രീധരൻ, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കേരളത്തിൽ പലപ്പോഴായി നടന്ന മേളകളെക്കുറിച്ച്, എല്ലാ കാലത്തും എല്ലാ മേളയെക്കുറിച്ചും ഉണ്ടാകുന്നതുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഒപ്പം നമ്മുടെ കായിക താരങ്ങളെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടത്ര ശുഷ്കാന്തിയില്ല എന്ന വിമർശനം പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിമർശനമൊക്കെ തന്നെ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഇവിടെ കായികമേള നടത്താമെന്ന മാതൃകാപരമായ നിലപാടെടുക്കുന്നത്. അതിനുശേഷം അതിനിപ്പോൾ പച്ചക്കൊടി ലഭിക്കുന്നു. ഇവിടെ മേള നടക്കാൻ പോവുകയാണ്. മുൻകാലങ്ങളുടെ ചരിത്രത്തിനൊപ്പം ചേർത്ത് വായിച്ചാൽ തന്നെയും നന്നായി മേള നടത്താൻ കഴിയുന്ന സാഹചര്യം നമുക്കുണ്ട്. അതിന് പറ്റിയ ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഇവിടെയുണ്ട് എന്ന അഭിപ്രായമാണോ പ്രീതയ്ക്കുമുള്ളത്? തീർച്ചയായിട്ടും ഇത് മീറ്റ് ഇപ്പോൾ ജനുവരി 24 തൊട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. എനിക്ക് കേട്ടതിൽ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് സ്പോർട്സിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഗവൺമെൻറ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാഷണൽ ഗെയിംസ്. നമ്മുടെ തിരുവഞ്ചൂർ സാറും നമ്മുടെ മുഖ്യമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും നമ്മുടെ മീറ്റ് നടക്കില്ലായിരുന്നു. അപ്പം ഈ നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ ആവശ്യം അനുസരിച്ച് തന്നെ നമ്മുടെ ഗവൺമെൻറ് തന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്താണ് അവർക്ക് ചെയ്തത്. ഇപ്പം നമ്മളൊരു ആവശ്യത്തിനായിട്ട് എവിടെ നമ്മുടെ തിരുവഞ്ചൂർ സാറിൻ്റെ അടുത്ത് ചെന്നാൽ പോലും സാറ് പറയും നമുക്ക് ഇത് ചെയ്ത് തരാം എന്നാ പറയും. ഒരിക്കൽ പോലും നമ്മുടെ പിള്ളേരെ മാറ്റി നിർത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ അഞ്ജു ചേച്ചി നമ്മുടെ
പ്രസിഡന്റ് സ്ഥാനത്ത് കയറിയപ്പോൾ തൊട്ട് നമ്മുടെ ഈ സ്കൂൾ മീറ്റിന് വേണ്ടി നടക്കുകയായിരുന്നു. അപ്പോൾ അഞ്ജു ചേച്ചി അതുപോലെ തന്നെ ഉഷി ചേച്ചിയൊക്കെ നമ്മുടെ സീനിയർ ചേച്ചിമാരെല്ലാവരും ഇത്രയേറെ നമ്മളെ സഹായിച്ചു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഗവൺമെൻറ് ഭാഗത്ത് ലഭിക്കും, എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എല്ലാ മേഖല എന്ത് പരിപാടികൾ തുടങ്ങിയാലും അതിനേതായ കുറച്ച് പോരായ്മകൾ എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ ആ പോരായ്മകളെയൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഇല്ലാതെയാക്കി നമ്മുടെ കുട്ടികളുടെയൊക്കെ നല്ലൊരു വിജയം ഉണ്ടായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം. ശ്രീ ഗബ്രിയേൽ, ഇക്കാര്യത്തിൽ നേരത്തെ സംസാരിക്കുമ്പോൾ മന്ത്രി തന്നെ പറഞ്ഞത് സമയപരിമിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നതാണ്. അത് പരിഹരിച്ചു മുന്നോട്ട് പോകാൻ ഏറ്റവും ആത്മാർത്ഥമായ ശ്രമം കൂട്ടായി നടത്തുന്നുണ്ട് എന്നതാണ്. സമയപരിമിതി ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ സാധ്യതയുണ്ടോ? അതിനെ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണോ? ജനുവരി 25-ന് തുടങ്ങുക ഒരു ദേശീയ മേളയാണ്. കേരളം അഭിമാനാർഹമായ ഒരു മേളയായി നടത്തുന്നു. ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ളതാണ്. ആ നിലയിൽ അത് വിജയകരമാക്കുക എന്നത് അഭിമാന പ്രശ്നം കൂടിയാണ്. അതിന് ഈ സമയപരിമിതി ഒരു തടസ്സമാകുമെന്ന് പേടിക്കേണ്ടതുണ്ടോ? ഇല്ല, ഒരു മാസം നമുക്ക് ധാരാളമാണ്. കാരണം അടിയന്തരമായി ഇപ്പോൾ ചെയ്യേണ്ടത് സംഘാടക സമിതി വിളിച്ചുകൂട്ടി വിവിധ സബ് കമ്മിറ്റികൾ എടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആവശ്യത്തിന് ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. നമ്മുടെ സംസ്ഥാന മത്സരം നടത്തി ഭംഗിയായി നടത്തിക്കൊണ്ട് ആ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും നിലവിലുള്ളപ്പോൾ പിന്നെ വരുന്നത് ഇവരുടെ അക്കോമഡേഷനും ഫുഡും പിന്നെ ട്രാൻസ്പോർട്ടും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. ഇത് അക്കോമഡേഷൻ നമുക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കി പ്രശ്നങ്ങളില്ലാതെ ഏറ്റവും നന്നായി ഫുഡും അക്കോമഡേഷനും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും നമുക്ക് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ മീറ്റ് വളരെ ഭംഗിയായി നടത്താൻ കഴിയും. ഈ ഒരു മാസക്കാലം തന്നെ വളരെ ആവശ്യത്തിനുള്ള സമയം നമുക്കുണ്ട്. കാരണം പക്ഷേ ഒരു മാസം സമയം ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ പാടില്ല. ഉടനെ തന്നെ സംഘാടക സമിതി കൂടി ഓരോ സബ് കമ്മിറ്റികൾ എടുത്തുകൊണ്ട് ആ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം ഭംഗിയായി നടത്താനുള്ള സംവിധാനം അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് ചെയ്താൽ മാത്രമേ ഇത് ഗുണകരമായി നടത്താൻ കഴിയുള്ളൂ. കാരണം ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള മത്സരമാണ്. ആ മത്സരങ്ങൾ നടത്തി തീർക്കുന്നതിൽ ഇതിനു മുമ്പും വളരെ ഭംഗിയായി നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അടിയന്തരമായി ചെയ്യേണ്ടത് ഉടനെ തന്നെ നമ്മുടെ സംഘാടക സമിതി കൂടി മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ട സബ് കമ്മിറ്റികൾ എടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം സജ്ജീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് ശ്രീ ഷാജി എന്ന പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന്. ഷാജി, പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? വളരെ നല്ല രീതിയിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്താൻ പറ്റുമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതുവരെയുള്ള മേഖലകളൊക്കെ നന്നായി നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് വളരെ നന്നായി ചെയ്യാൻ പറ്റുമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നന്ദി ശ്രീ ഷാജി. ശ്രീ ഗബ്രിയേൽ, ഇക്കാര്യത്തിൽ ഓൺലൈനിൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൊക്കെ തന്നെയും ആളുകളുടെ പ്രതികരണം ഇത്ര വലിയ മേളകൾ കേരളത്തിലേക്ക് വരുന്നത് അഭിമാനകരമായ കാര്യമാണ്, സർക്കാരുകൾ അത് നടത്താൻ ആവേശം കാണിക്കുന്നതും അംഗീകരിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ മറവിൽ വലിയ തോതിലുള്ള വെട്ടിപ്പുകൾക്ക് കൂടി വഴിയൊരുങ്ങുന്നുവെന്ന വിമർശനം പലരും നവമാധ്യമങ്ങളിൽ ഇപ്പോൾ ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നേരത്തെയുള്ള നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വലിയ വിവാദങ്ങൾ, അത് വലിയ കഴമ്പില്ല എന്ന് CBI റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും മാധ്യമങ്ങളിലടക്കം വന്നിട്ടുള്ള അത് കൈകാര്യം ചെയ്യുന്നതിലെ അങ്ങേയറ്റത്തെ ലഘുവായ സമീപനം അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നതിലെ വേണ്ടത്ര ജാഗ്രതയില്ലായ്മയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എത്ര മേളകൾ കഴിഞ്ഞാലും അത്തരം കാര്യങ്ങളിൽ നിന്ന് മോചനം ഇനിയും നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ ആസൂത്രണത്തിലെ അത്തരം പിഴവ് പരിഹരിക്കലാണോ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം? തീർച്ചയായും ഇവിടെ ഇപ്പോൾ 5 കോടി രൂപ ദേശീയ സ്കൂൾ മത്സരം നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് നൽകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഇത്രയും എമൗണ്ട് ഇത് എക്സാജറേറ്റ് എമൗണ്ടാണ്. ഏത് ബഡ്ജറ്റ് ഉണ്ടാക്കിയാലും കൂടിപ്പോയാൽ 1 കോടി അല്ലെങ്കിൽ 2 കോടിക്കകത്ത് സുഖമായി മത്സരം നടത്താൻ കഴിയും. കാരണം ഞാനൊക്കെ ഈ 2000-ലേക്കൂടെ മത്സരം നടത്തുമ്പോൾ അന്ന് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ലാതിരുന്നിട്ട് പോലും ഏതാണ്ട് 30 ലക്ഷം രൂപയ്ക്കകത്തുള്ള പണം മുടക്കിയാണ് നമ്മൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് മത്സരങ്ങൾ ഭംഗിയായി നടത്തി തീർത്തത് തന്നെ. എന്തുകൊണ്ട് ഈ 3 ലക്ഷം 5 ലക്ഷം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് പക്ഷേ സ്കൂളുകളിൽ നമ്മൾ അക്കോമഡേഷൻ കൊടുക്കുന്ന സ്കൂളുകളിലായിരുന്നു. ആ സ്കൂളുകളിൽ ആവശ്യമുള്ള ടോയ്ലറ്റ് എല്ലാം നിർമ്മിച്ചുകൊണ്ട് അവിടെ നടത്തി. പക്ഷേ ഇത്തവണ ഈ കാശ് അക്കോമഡേഷന് വേണ്ടി എല്ലാവരെയും ഹോട്ടലുകളിൽ താമസിപ്പിക്കാനുള്ള സംവിധാനത്തിലാണെങ്കിൽ കുറെ കാശാകുമെന്നറിയാം. പക്ഷേ 5 കോടി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയെന്ന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലുള്ള സമീപനം നടത്തിയിരിക്കുന്നത്. അത് വസ്തുതാപരമായി കഴിഞ്ഞ ദേശീയ ഗെയിംസ് നടത്തതുപോലെ തന്നെ ആവശ്യമില്ലാതെ കാശുകൾ കൈകാര്യം ചെയ്ത് ഇത് 5 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് അഴിമതിയിലേക്ക് പോകുമോ എന്ന് എനിക്കും ഭയമുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളതിനേക്കാൾ വളരെ ഭംഗിയായി നടത്താൻ കഴിയും. പക്ഷേ ഈ 5 കോടി എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിക്കേണ്ടിയുണ്ട്. ഏതൊക്കെ ബഡ്ജറ്റ് ഘട്ടത്തിൽ ഏതൊക്കെ ഇനത്തിനാണ് ഈ 5 കോടി ഉപയോഗിക്കാൻ പോകുന്നത്. ഈ പ്രത്യേകിച്ച് ഫുഡ്
സ്വാഭാവികമായി ഫുഡ് നമ്മൾ വരുന്ന സംസ്ഥാനങ്ങളാണ്, നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ അവിടെ പോയിരുന്നവരും സ്വന്തമായി ഭക്ഷണം വെച്ച് കഴിച്ചാലാണ്. പ്രീജ ശ്രീധരൻ അറിയാം നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം വെച്ച് കഴിച്ചതെന്നൊക്കെ. നമ്മളെ ഇവിടുന്ന് ഡിപ്പാർട്ട്മെന്റ് തരുന്ന കാശ് കൊണ്ടുപോയി നമ്മൾ ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങി കേരളത്തിലെ ഭക്ഷണമാണ് അവർക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതേപോലെ മറ്റ് സംസ്ഥാനങ്ങൾ, പഞ്ചാബ് ആയാലും ഹരിയാന ആയാലും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവരാണ്. നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചെറിയ ടീമുകൾ വരുന്നവർക്ക് ഭക്ഷണം വെക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം. പക്ഷേ അവരുടെ ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു കുട്ടിക്ക് 200 രൂപ വെച്ച് അവർ കാശ് കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പണം മാറ്റാണ് നമ്മൾ ഭക്ഷണം അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ പിന്നെ ഭക്ഷണത്തിനായി കാശ് നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. അഥവാ സുരേഷ് പറയൂ, അഭിപ്രായം എന്താണ്? അഭിപ്രായം നമ്മുടെ സാമ്പത്തികം വിനിയോഗിക്കുമ്പോഴേ കേരളത്തില് നമ്മുടെ ഈ മേഖലയിലുള്ള പുരോഗതിക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം വിനിയോഗിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പരിമിതികൾ ഈ ചാനലുകൾ ചെയ്യുന്നത് വളരെ ദ്രോഹപരമായ നടപടികളാണ്. ഇത്തരം നടപടികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യാതെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായി നടപ്പാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണം. ഓക്കെ, മാധ്യമങ്ങളും ആ സമീപനം സ്വീകരിക്കുന്നതാണ്. പ്രീജ ശ്രീധരൻ, വലിയ തോതിൽ ഫണ്ട് വരുന്നുണ്ട് ഇത്തരം മേളകൾക്ക് എന്നതറിയാം. നാഷണൽ ഗെയിംസിനായാലും ഇപ്പോൾ ഇതാ ഈ മേളയ്ക്കും 5 കോടി രൂപ, അതായത് കായികമേള ഏറ്റവും മികവുറ്റതാക്കി കുറ്റമറ്റതാക്കി നടത്താനും അതുവഴി താരങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകുകയും ചെയ്യുകയാണ് പൊതു ഖജനാവിൽ നിന്ന് ഇത്രയും പണമെടുത്ത് ഈ മേളകൾക്ക് ചെലവാക്കുന്നതിൻ്റെ ഉദ്ദേശം. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മേള ഇതിനകം നടന്നു കഴിഞ്ഞു, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മേള നടക്കാൻ പോവുകയാണ്. ഈ കിട്ടുന്ന കാശിന് അല്ലെങ്കിൽ പൊതുജനം മുടക്കുന്ന ഈ കാശിന് ആവശ്യമായ തോതിലുള്ള അനുപാതത്തിലുള്ള ഗുണം നേരിട്ട് നമ്മുടെ താരങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കായിക മേഖലയുടെ വികസനത്തിന് ഗുണപ്പെടുന്നുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? അതോ ഒരാസൂത്രണവും ഇല്ലാതെ കുറേയധികം പണം പാഴാക്കി കളയുന്നുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ എത്ര കാശ് മുടക്കിയാലും നമുക്ക് അല്ല, പിന്നെ എന്തൊരു പ്രോഗ്രാം നടത്തിയ എല്ലാ കുറ്റകൃത്യങ്ങളും എല്ലായിടത്തും ഉണ്ട്. നമ്മൾ അത് സ്പോർട്സിൽ മാത്രമല്ല, അല്ലാതെ ഏത് പ്രോഗ്രാം നടത്തിയാലും പ്രശ്നം ഉണ്ടാകും. പിന്നെ പണ്ട് നമ്മുടെ കഴിഞ്ഞു പോയ നാഷണൽ ഗെയിംസ് എടുത്തു നോക്കിയാൽ അവിടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് വേണ്ടാത്ത സാധനങ്ങൾ ഇറക്കി ഇതെന്നൊക്കെ. പക്ഷെ നമ്മളൊരു കോമ്പറ്റീഷന് ചെല്ലുമ്പോൾ ഇപ്പം നമ്മുടെ കോമ്പറ്റീഷനില്ല, അതിന് മുന്നേ ഞങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യുന്നപ്പോൾ വെറുതെ കെട്ടിടങ്ങൾ പണിതിട്ടിരിക്കുകയായിരുന്നു. ഒന്നും നമുക്ക് താമസിക്കാൻ നല്ലൊരു സൗകര്യം ഇല്ലായിരുന്നു. കിടക്കാൻ ഒരു ബെഡ് ചോദിച്ചാൽ ബെഡില്ലായിരുന്നു, പുതയ്ക്കാൻ പുതപ്പില്ലായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ നമുക്ക് വരും. പക്ഷെ നമ്മുടെ കുട്ടികൾ കേരളത്തിൽ വന്നപ്പോൾ നാഷണൽ ഗെയിംസിന് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് ഈ പുറത്തുനിന്ന് വന്ന പിള്ളേർ, അവർ പറഞ്ഞത് നമ്മൾ ഏഷ്യൻ ഗെയിംസ് പോലെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ നടത്തിയെന്നുള്ളത്. അപ്പം അത്രയും കാശ് നമ്മൾ മുടക്കിയത് കൊണ്ടാണല്ലോ നമ്മുടെ പിള്ളേർക്ക് ഒരു പരാതി ഇല്ലാതെ അവർക്കൊക്കെ പോകാൻ പറ്റിയത്. ഇപ്പം ഇവിടെ മീറ്റിന് വന്ന ആരോട് ചോദിച്ചാലും പറയും ഏറ്റവും നല്ല ഇത്രയും നാഷണൽ ഗെയിംസ് നടന്നെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ നടന്നതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പൈസ മുടക്കിയതനുസരിച്ച് അവർ നമ്മുടെ ഗവൺമെൻറ് അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി അഞ്ജു ബോബി ജോർജ്, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, വളരെ പ്രധാനപ്പെട്ട ഒരു മേളയുമാണ്. നമുക്ക് ഇത് ഏറ്റവും നന്നായി നടത്തുന്നതിനുള്ള അനുകൂല ഘടകങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഇത് നമ്മളുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞിട്ട് നമ്മുടെ കേരളം ഏറ്റെടുത്ത ഒരു വലിയൊരു പ്രോജക്റ്റ് ആണ് ഇപ്പോൾ ഇത്. കാരണം കുറഞ്ഞ കാലയളവിൽ ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വെല്ലുവിളിയാണ്. പക്ഷെ അത് നമ്മുടെ കേരളം അത് വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. അത് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സ് ആക്ച്വലി നമ്മൾ പറയും കാസ്റ്റിനും ക്രീഡിനും എല്ലാം എബോവ് ആണ് സ്പോർട്സ് എന്ന് പറയാം. ശരിക്കും നമ്മുടെ കേരളം തെളിയിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ജനപ്രതിനിധികളാണെങ്കിലും നമ്മുടെ ജനങ്ങളാണെങ്കിലും നമ്മുടെ സ്പോർട്സുകാർക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന ഈവൻ നമ്മുടെ മീഡിയ പോലും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോ ഇവിടെ ശരിക്കും പറയാൻ നമ്മൾ കണ്ടത്. വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ യങ് ജനറേഷന് വേണ്ടി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച്, അതിപ്പം ഏത് പാർട്ടിന്നില്ല, ഏത് മതം എന്നില്ല, ഏത് ജാതിന്നില്ല, എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മളിപ്പോ കേരളത്തിന് വേണ്ടി ഈ കോമ്പറ്റീഷൻ അതാണ് ഇത്തരം ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അത് ഏറ്റെടുക്കാമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിന് തക്ക വിധത്തിൽ നേരത്തെ മുൻകാലത്തില്ലാത്ത വിധമുള്ള വിൽപ്പവറുള്ള ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്. ഒപ്പം തന്നെ നമുക്കത് ആവശ്യപ്പെടാൻ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെയുണ്ട് എന്ന നിലയാണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും. കാരണം ഇത് നമ്മുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ അവർ സ്വന്തം, കാരണം കാലിക്കറ്റിൽ നടത്താൻ വേണ്ടി അവിടെയുള്ള മിനിസ്റ്റേഴ്സ് ആണ് ഇത് മുന്നോട്ട് വന്നത്. ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുക. നമ്മുടെ CM-ന് ഇത്രയും ഒരു ഇത് അവരുടെ CM-ന്റെ പുറയിൽ നിന്ന് CM-നെ സപ്പോർട്ട് ചെയ്തത് അവരാണ്, അവിടെയുള്ള മിനിസ്റ്റേഴ്സ് ആണ്. ഞങ്ങൾ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു വലിയ പിൻബലം നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ കുട്ടികളായിരിക്കും കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ കോമ്പറ്റീഷന് വിന്നേഴ്സ്. അപ്പം അവർക്ക് കൊടുത്ത വലിയൊരു ഇതാണ് കേരളം. നമ്മൾ ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു കോമ്പറ്റീഷൻ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞത് തന്നെ നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു കൺസിഡർ ചെയ്യുന്നു, നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു ഇതാണ്. ഈ സ്പോർട്സ് മിനിസ്റ്ററുടെ അറിയിപ്പ് നാളെ കിട്ടുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും. ഓൾറെഡി
നമ്മളെല്ലാം സംസാരിച്ചെല്ലാം എല്ലാം ആക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഒരു ഒഫീഷ്യൽ ഒരു റിപ്ലൈയുടെ ഇത് നാളത്തേക്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലാതെ ബാക്കിയെല്ലാം ത്രൂ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആക്ച്വലി നമ്മുടെ കാലിക്കറ്റ് ഏറ്റവും പറ്റിയ ഒരു സ്റ്റേഡിയമാണ് കാലിക്കറ്റ്. അത്രയും നമ്മുടെ കഴിഞ്ഞ കോമ്പറ്റീഷനിൽ നമ്മൾ കണ്ടതാണ്, ഇത്രയും ഒക്കെ ഉണ്ടായ നല്ലൊരു സ്റ്റേഡിയമാണ്. എല്ലാം കൊണ്ടും നല്ല വെന്യൂം നല്ല കാണികളും നല്ല രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ദയവായി തുടരുമോ? കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഏറ്റവും അനുകൂല ഘടകങ്ങളുള്ള സാഹചര്യത്തിലാണ് ശ്രീ അഞ്ജു ബോബി ജോർജ് പറഞ്ഞ പ്രകാരം ഒരു വിൽ പവറുള്ള സർക്കാരുണ്ട്, ഒപ്പം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ധീരമായി ഇത് ഏറ്റെടുക്കാമെന്നാണ്. എങ്കിലും സമയപരിമിതി ഒരു ആശങ്ക ഉയർത്തുന്നുണ്ടോ? അത് പറഞ്ഞ 100% കറക്റ്റാണ്. കാരണം സമയപരിധി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്ട്രെയിൻ തന്നെയാണ്. അതേസമയം നമ്മുടെ മുമ്പിൽ അവിടെ നമുക്ക് നല്ല 35 ദേശീയ ഗെയിംസ് കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ഒരു ഉയർന്ന സ്ഥാനമുണ്ട് സ്പോർട്സ് രംഗത്ത്. നമ്മളുടെ സ്റ്റേഡിയങ്ങൾ നല്ലതാണ്, നമുക്ക് എക്യുപ്മെന്റ്സ് ഉണ്ട്, നമ്മളുടെ ആളുകളും മാനസികമായി ഒരുങ്ങി നിൽക്കുകയാണ്. ശ്രീമതി അഞ്ജു ബോബി ജോർജും അതോടൊപ്പം തന്നെ നമ്മളുടെ CP ഉഷയൊക്കെയാണ് ഇത് കേരളം ഏറ്റെടുക്കണം എന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധയോടുകൂടി പറഞ്ഞത്. നമ്മളത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ചെറിയ സമയം മാത്രമേ ഈ ഒരുക്കങ്ങൾക്ക് വേണ്ടി നമുക്കുള്ളൂ എന്നാണ്. സാധാരണഗതിയിൽ ഒരു കൊല്ലക്കാലത്തെ ഒരുക്കം പിന്നെ സമയം കിട്ടുന്ന മഹാരാഷ്ട്ര അവരിട്ടിട്ട് പോവുകയായിരുന്നു ചെയ്തത്. നമുക്കോ 1 മാസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. എങ്കിലും കേരളത്തിലെ ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്ത് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ പാളിച്ച ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ ആശങ്കയില്ലാതെ ഏറ്റെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു നിലയുണ്ടല്ലോ മിനിസ്റ്റർ, അല്ലേ? അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 35 ദേശീയ ഗെയിംസിന് മുമ്പ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ദേശീയ ഗെയിംസിന്റെ പ്രത്യേകത കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർദ്ധിപ്പിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഇതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഇക്കാര്യത്തിൽ നാളെ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പുള്ള ഈ ഉറപ്പിന്റെ കമ്മ്യൂണിക്കേഷനൊക്കെ പൂർത്തിയായി കഴിഞ്ഞതാണല്ലോ, അല്ലേ? അവര് തീരുമാനിച്ചോട്ടെ, കാരണം തീരുമാനമെടുക്കാനുള്ള അധികാരം അവർക്കാണ്. ആ തീരുമാനം നമുക്ക് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ കേരളം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകാൻ ഒരുക്കാണ്. നമുക്ക് ആകെപ്പാടെ ഒരു പ്രയാസമുണ്ടായിരുന്നത് ഫെബ്രുവരി മാസം 15 കൂടി എന്നുള്ള അവർ ആദ്യത്തെ അറിയിപ്പാണ്. അത് കേരളത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിലെ SSLC പരീക്ഷയുടെ സമയമാണ്, മോഡൽ എക്സാമിനേഷൻസിന്റെ പീക്ക് ഫേസ് ആണ്. അതുകൊണ്ട് കേരളത്തിലെ കുട്ടികളുടെ ഭാവിയെ, പരീക്ഷപരമായി അവരുടെ ഭാവിയെ അത് ബാധിക്കും. അതുകൊണ്ട് ആണ് നമുക്ക് ആദ്യം ഒരു തടസ്സവാദം നമുക്ക് തോന്നിയത്. പക്ഷേ അവരും ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ജനുവരി മാസത്തിൽ നടത്താം എന്ന് നമ്മളുടെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അവർ എടുക്കുന്ന തീരുമാനമനുസരിച്ച് നമുക്ക്. നന്ദി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ പ്രതികരിച്ചതിന്. പ്രീജ ശ്രീധരൻ, ഇത് കേരളത്തിൽ ഇപ്പോൾ രണ്ടാമത് നടക്കുന്ന, ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ മേള. സർക്കാർ വലിയ ആവേശത്തോടെ അതിനെ ഏറ്റെടുക്കുകയാണ്. അങ്ങോട്ട് ആവശ്യപ്പെട്ട് ചോദിച്ചു വാങ്ങി മന്ത്രിമാരെല്ലാവരും ഉത്സാഹത്തോടെ നടത്തുന്നു. അത് വിജയകരമാക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നു. നമ്മുടെ നാട്ടിൽ കായിക പ്രതിഭകൾക്ക്, കായിക താരങ്ങൾക്ക് വലിയ ഊർജ്ജം പകരുന്ന വിധത്തിൽ ഇവിടുത്തെ കായിക രംഗത്തെ വീണ്ടും വീണ്ടും പ്രോജ്വലിപ്പിക്കാൻ കഴിയുന്ന വിധമുള്ള നയപരിപാടി ഈ സർക്കാരിനുണ്ട്. ഇതൊക്കെ ആ തരത്തിൽ എല്ലാ തരത്തിലും വളർന്നു വരുന്നവർക്ക് പ്രചോദനമാകും എന്ന് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു പ്രചോദനമായിരിക്കും. ഇപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന കായിക താരങ്ങൾ മാത്രമല്ല, ഇപ്പം ഞാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അവിടെ ഓഫീസിൽ ചെല്ലുമ്പോൾ പോലും എല്ലാവരും എന്നോട് അടുത്ത് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ സ്പോർട്സ് ഇപ്പം നടക്കുമോ, എന്താവുമെന്ന്. ഞാനിപ്പോൾ നമുക്ക് സ്കൂൾ മീറ്റ്, സ്റ്റേറ്റ് മീറ്റ് നടന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഇവിടെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, രവിചേട്ടൻ എന്ന് വന്ന് എന്നും എന്നോട് ചോദിക്കുക ഇന്നത്തെ പോയിന്റ് നില എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഗെയിംസ് അവിടെ വന്നതുകൊണ്ടാണ് അത്ലറ്റിക്സ് അല്ല നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല പുറത്തുള്ള ആൾക്കാർക്ക് വരെ നല്ലൊരു പ്രചോദനമായി അവരുടെ കുട്ടികളെ സ്പോർട്സിലേക്ക് ഇറക്കാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാകും ഇത്. ശരിക്കും നാഷണൽ ഗെയിംസ് ഒക്കെ വന്നതോടുകൂടിയാണ് എല്ലാവരും ആവേശത്തോടെയാണ് മന്ത്രി സംസാരിക്കുന്നത്. നമുക്കറിയാം നാഷണൽ ഗെയിംസ് ഏറെ പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും തെറ്റില്ലാതെ നടന്നുപോവുകയും കായിക താരങ്ങളടക്കം നല്ല അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിലേക്ക് ദേശീയ സ്കൂൾ കായികമേള കൂടി വരുന്നു. അതും സർക്കാർ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ്. കായിക മന്ത്രി എന്ന നിലയ്ക്ക് ഒരു ബെറ്റർ പെർഫോമറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അല്ലെങ്കിൽ ഈ സർക്കാർ ഈ മേഖലയ്ക്ക് കൂടുതൽ ജാഗ്രതയോടെയുള്ള ഊന്നൽ കൊടുക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ടോ?
അല്ലേ, ഈ സ്പോർട്സിനെ സംബന്ധിച്ച് ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്കൂൾ ഗെയിംസ് ഫെഡറേഷനാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സ്കൂൾ ഗെയിംസ് ഫെഡറേഷന്റെ കീഴിൽ വരുന്ന ഒരു ബോഡി, ഒരു യൂണിറ്റാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്. കേരളത്തിലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിനാണ് സ്വാഭാവികമായി സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മത്സരം നടത്താൻ അനുവാദം കൊടുക്കുക. ആ അനുവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്താനിരിക്കുന്നത്. ഇത് സ്പോർട്സിന്റെ ഏറ്റവും കൂടുതൽ സ്പോർട്സ് നടക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പാണ് അത് കൈകാര്യം ചെയ്യുന്നത്, നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ ദേശീയ മത്സരങ്ങൾ നടത്താൻ കേരളത്തിലെ ബഡ്ജറ്റ് വിഹിതത്തിന്റെ പൈസ മാറ്റിവെക്കാറുണ്ട്. എന്തിനാ കുറെ കർശനമായി ഈ വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ ഗെയിംസ് മത്സരം നടത്തുവാൻ, സ്കൂൾ ഗെയിംസ് നടത്തുവാൻ മത്സരത്തിന് ഈ ബഡ്ജറ്റിൽ കാശ് ഗവൺമെന്റ് ഉൾപ്പെടുത്താത്തത്? കേരളത്തിലെ ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം ഈ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ പൈസ അനുവദിക്കാത്തതുകൊണ്ടാണ്. സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മത്സരമാണത്, അല്ലാതെ സ്പോർട്സ് കൗൺസിലോ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റോ നടത്തുന്നതല്ല. ഇത് യഥാർത്ഥത്തിൽ മറുപടി ശരിക്കും പറയേണ്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് മറുപടി പറയേണ്ടത്. കാരണം ഇവിടെ ഈ 5 കോടി രൂപ കൊടുത്തിരിക്കുന്നതിന് ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ശ്രീ അഞ്ജു ബോബി ജോർജ്, പ്രീജ ശ്രീധരൻ, മിനിസ്റ്റർ ശ്രീ ഗബ്രിയേൽ, ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തെ ബിഗ് സ്റ്റോറിയിലെ ഓൺലൈൻ വോട്ടെടുപ്പിലുള്ള ചോദ്യം ദേശീയ സ്കൂൾ കായികമേള നടത്താൻ കേരളം സജ്ജമായോ എന്നതായിരുന്നു. വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ 63% ആളുകൾ മേള നടത്താൻ കേരളം പൂർണ്ണ സജ്ജമാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ 37% ആളുകൾ കേരളം അക്കാര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന നിലപാടിനൊപ്പമാണ് നിലകൊണ്ടത്. വോട്ടെടുപ്പിൽ പങ്കെടുത്തവർക്ക് നന്ദി, ഒപ്പം ചർച്ചയിൽ പങ്കെടുത്തവർക്ക് പ്രത്യേകം നന്ദി. ഈ പരിപാടി അവസാനിക്കും.